നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. സംസ്ഥാനത്ത് തോരാമഴ, മഴക്കെടുതിയിൽ 7 മരണം, 11 ജില്ലകളിൽ റെഡ് അലർട്ട്, 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ക്ലാസുകളും ട്യൂഷൻ ക്ലാസുകളും ഉൾപ്പെടെ ഇന്ന് വയ്ക്കരുതെന്നും വിവിധ ജില്ലകളിലെ കളക്ടർമാർ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴിച്ചുള്ള 11 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 7 മരണം. കോഴിക്കോട് സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. കോടാഞ്ചേരി ചന്ദ്രകുന്നേൽ ബിജു ഷീബ ദമ്പതികളുടെ മക്കളായ നിതിൻ, യബിൻ എന്നിവരാണ് മരിച്ചത്. തേക്കിന്റെ കൊമ്പ് കാറ്റത്ത് ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു. പിന്നാലെ വൈദ്യുതി ലൈൻ പൊട്ടി തോട്ടിൽ വീണാണ് അപകടം. ഈ സമയം രണ്ടുപേരും തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. കോഴിക്കോട് ഓടുന്ന ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് വീണാണ് ഒരാൾ മരിച്ചത്. ഇടുക്കി പാമ്പാട്ടുപാറയിൽ മരം വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വഞ്ചി മറിഞ്ഞു ഒരാൾ മരിച്ചു. പാലക്കാട് മഴക്കെടുതിയിൽ 2 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. കണ്ണൂർ, ആലക്കോട് കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നു. മലപ്പുറം പൊന്നണിയിൽ കടലാക്രമണം രൂക്ഷമായി തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി 5 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലും മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ആലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും 2 മരം വീണ് വീട് തകർന്നു. കനത്ത മഴയിൽ തൃശൂർ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി 30ഓളം വീടുകൾ വെള്ളത്തിലായി. മഴ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ വയനാട്ടിലെ വൈത്തിരി ഫെസ്റ്റ് നിർത്തിവെച്ചു. മുത്തങ്ങയിൽ വൈദ്യുതി പോസ്റ്റ് തകർത്ത് റോഡിന് കുറുകെ മരം വീണു. സുൽത്താൻ ബത്തേരിയിൽ മരക്കൊമ്പ് പൊട്ടി വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കാനും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടാനും മന്ത്രി അഭ്യർത്ഥിച്ചു. ദേശീയപാത രാമനാട്ടുകാര വാളഞ്ചേരി റീച്ചിൽ വീണ്ടും നിർമ്മാണത്തിൽ അപാകത. മലപ്പുറം കാക്കാഞ്ചേരി ഭാഗത്ത് റോഡ് 25 മീറ്ററോളം വീണ്ടും കീറി. ഇന്നലെ 12 മണിയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഭാഗം വഴിയുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇതേ റീച്ചിലെ കുരിയാട്, തലപ്പാറ, മമ്മാലിപ്പടി എന്നിവിടങ്ങളിലെ നിർമ്മാണ അശാസ്ത്രീകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ജൂൺ 19 വോട്ടെടുപ്പ് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ ജൂൺ 21 നടക്കും. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നുണ്ടാകും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2 ജൂൺ 3 സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ UDF സുസജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുതായി വന്ന 51 ബൂത്ത് കമ്മിറ്റികളടക്കം 261 ബൂത്ത് കമ്മിറ്റികളും നിലവിൽ വന്നുവെന്നും സാധാരണയായി 24 മണിക്കൂറിനകമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്നും അതിൽ കാലതാമസം ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. എല്ലാ നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കുമെന്നും അഖിലേന്ത്യാ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെയും VS ജോയിയെയും മാത്രമല്ല പരിഗണിക്കുന്നതെന്നും UDFന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം എത്രയും നേരത്തെ ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാർ ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങാനുള്ള അവസരമായിരിക്കുന്നുവെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ. പാസ് മാർക്ക് പോലും സർക്കാരിന് ലഭിക്കില്ലെന്നും ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ സർക്കാർ തയ്യാറായിക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് ഉചിതമായ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ചുരുങ്ങിയത് 27 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വലിയ വിജയം നേടാൻ ഇടതുമുന്നണി കഴിയുമെന്നും കേരളം കാത്തിരുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതെന്നും PV അൻവറിന്റെ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണെന്നും അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടോ എന്നത് BJPയിൽ 2 അഭിപ്രായം. നിലമ്പൂരിലേത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി. ആദ്യ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചാലക്കൽ സ്ഥാനാരോഹണം ചെയ്തു. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിലായിരുന്നു ചടങ്ങുകൾ. വ്യത്യസ്ത രൂപതകളിലെത്തിയ മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. മൂന്നാറിൽ തെരുവുനായ ആക്രമണം.
വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് നായയുടെ കടിയേറ്റ 12 പേരാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. വിനോദസഞ്ചാരികൾക്ക് പുറമെ പ്രദേശവാസികൾക്കും കടിയേറ്റു. നിക്ഷേപകരെ കബളിപ്പിച്ച് 300 കോടിയിലേറെ രൂപ തട്ടിച്ച കേസിൽ ദ ഫോർത്ത് ഓൺലൈൻ ചാനൽ ഉടമകൾ അറസ്റ്റിൽ. മാതൃകാ കമ്പനിയായ ഫാം ഫെഡ് കമ്പനിയുടെ ചെയർമാൻ രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഗൻ ഫ്രാൻസിസ് എന്നിവരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫാം ഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ 4 ഡയറക്ടർമാരും പ്രതികളാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കലക്ക പ്രതി അഫാൻ പൂജപ്പുര ജയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തടവുകാരെ പ്രത്യേകം പാർപ്പിക്കുന്ന UTB ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്തായിരുന്നു ആത്മഹത്യാ ശ്രമം. വെഞ്ഞാറമൂട് കൂട്ടക്കല കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ലെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുരക്ഷാ ബ്ലോക്കിൽ ഇതേസമയം മറ്റ് തടവുകാരുടെ മേൽനോട്ടവും അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർക്കുണ്ടായിരുന്നുവെന്നും ജയിൽ മേധാവിക്ക് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അഫാൻ. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങിയതായി ചീഫ് സെക്രട്ടറി തല യോഗത്തിനു ശേഷം സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും ഇന്ധന ചോർച്ച ഉണ്ടാകുന്നുണ്ടെന്നും എണ്ണപ്പാട എവിടെയും എത്താമെന്നുമാണ് മുന്നറിയിപ്പ്. നിലവിൽ കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ നടപടി സ്വീകരിച്ചു വരുന്നു. കൊച്ചി പുറങ്ങളിൽ മുങ്ങിയ കപ്പലിലെ ഒരു കണ്ടെയ്നർ കൊല്ലം തീരത്തടിഞ്ഞു. കരുനാഗപ്പള്ളി ചെറിയഴിക്കലാണ് ഒഴിഞ്ഞ നിലയിലുള്ള കണ്ടെയ്നർ തീരത്തടിഞ്ഞത്. കടൽ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു കണ്ടെയ്നർ കണ്ടെത്തിയത്. കളക്ടർ N ദേവിദാസ്, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. സമയത്ത് വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. 2023 ഫെബ്രുവരി 6 തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞു വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് തന്നെ അമ്പരിപ്പിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ്. മാനുഷിക പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു. എറണാകുളം പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്ന ഫ്ളാറ്റ് ടവറിൽ 24 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു. പനമ്പള്ളി നഗറിലെ RDS അവന്യൂ 1 എന്ന ഫ്ളാറ്റിന്റെ ഒരു പില്ലറാണ് തകർന്നത്. പെട്രോൾ പമ്പുകളിലെ ജീവനക്കാരിൽ നിന്ന് പണം പിടിച്ചു പറിക്കിയ കേസിൽ 2 പേർ തിരുവനന്തപുരത്ത് പോലീസ് പിടിയിലായി. മരിയാപുരം സ്വദേശി ബിബിജിത്ത്, കടകംപള്ളി സ്വദേശി ആനന്ദൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വയനാട് മാനന്തവാടിയിൽ യുവതിയെ ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്ത് കുത്തിക്കൊന്നു. അപ്പപ്പാറയിലെ വാകേരിയിലാണ് സംഭവം. ഇടയൂർക്കുന്ന് സ്വദേശി അപർണയാണ് മരിച്ചത്. ആക്രമണത്തിൽ യുവതിയുടെ ഒരു കുട്ടിയുടെ ചെവിക്ക് പരിക്കേറ്റു. മറ്റൊരു കുട്ടിയെ കാണുവാനുമില്ല. ഈ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടക്കുകയാണ്. കൊലയ്ക്ക് ശേഷം പങ്കാളിയായ ഗിരീഷ് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെടുമങ്ങാട് പഴകുറ്റിയിൽ കാറും ട്രാവലും കൂട്ടിയിടിച്ചുണ്ട അപകടത്തിൽ ഒരു മരണം. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ഓരോ കുടുംബങ്ങളിലെത്തിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാതാപിതാക്കൾ നിരവധി പെൺകുട്ടികൾക്ക് സിന്ദൂർ എന്ന പേര് നൽകുന്നുവെന്നും അഭിമാനാർഹമായ നിമിഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിലെ തിരിച്ചടിയെ ഓപ്പറേഷൻ സിന്ദൂർ പ്രതിരോധ സേനകളെയും പ്രധാനമന്ത്രിയും അനുമോദിച്ച് NDA യോഗം. മധ്യപ്രദേശിലെ ആദിവാസി സ്ത്രീ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ഖൽവയ്ക്ക് സമയത്തെ റോഷ്നി ചൌക്കിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. 50,000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് 2 കുപ്പി മദ്യം ഒന്നിച്ചകത്താക്കിയ വീഡിയോ ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം. 2 ബോട്ടിൽ വിസ്കിയാണ് 50,000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് തായ്ലാൻഡ് സ്വദേശിയായ വീഡിയോ ഇൻഫ്ലുവൻസർ തനകരൻ കാന്തി അകത്താക്കിയത്. മദ്യം കഴിച്ചു തീർന്നതിന് പിന്നാലെ കുഴഞ്ഞു വീണ ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ വിശദമാക്കുകയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിച്ചേർന്നത് ഉഭയസമ്മത പ്രകാരമാണെന്നും 3ാം കക്ഷി ഇടപെടലുണ്ടായില്ലെന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിലെ ശിരോമണി അകാലിദൾ നേതാവിനെ അജ്ഞാതർ വെടിവെച്ച് കൊന്നു. IPL ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഈ സീസണിൽ നിലവിലെ 1ാം സ്ഥാനക്കാരായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 10ാം സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സ് 83 റൺസിന്റെ തകർപ്പൻ ജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ 57 റൺസെടുത്ത ഡെവാൾഡ് ബ്രൗസിന്റെയും 50 റൺസെടുത്ത ഡോവൺ കോൺവേയുടെയും മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസെടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് 147 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.